ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രേക്ഷകരെ. ഇത് ശനിയാഴ്ചയല്ലേ? ജനുവരി 11. ഇപ്പോൾ മണി 10 മണിയായി. പിന്നെ ഞാൻ ലൈഫ് നല്ല രീതിയിൽ കുറേ നല്ല നല്ല സഹോദരങ്ങളെയും സഹോദരിമാരുടെയും ലൈവ് കണ്ട് ശീലിച്ചിട്ടുണ്ട്. എന്നാൽ ചില ലൈവിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചു ലൈവ് തുടങ്ങുന്നു, എന്തൊക്കെയോ പറയുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ മെനക്കെട്ട് കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം നമ്മളെ വാക്കിലൂടെ ഉണ്ടാകണമല്ലോ എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു ഗുണപാഠം ജനങ്ങൾക്കുണ്ടാകണം, നമ്മളെ കേൾക്കുന്നവർക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പുഴക്കരവിൽ ഒരു ചൂണ്ടയിട്ടിരിക്കുന്നത് മാതിരി ഇങ്ങനെ കാത്തിരുന്നു കൊണ്ട് എപ്പോഴാ മീൻ കൊത്തുക, എപ്പോഴാ ചൂണ്ടൽ വലിക്കുക, എപ്പോഴാ ഭക്ഷിക്കുക എന്ന് കാത്തിരുന്നുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ നമ്മളിൽ മുൻപരിചയമില്ലാത്തവരും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ബഹുമാന്യ നല്ല നല്ല പ്രേക്ഷകരായിരിക്കാം ഈ ലൈവിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം വേണ്ടേ? അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ കിട്ടുന്ന സമയത്ത്, നിങ്ങൾ ചോറുണ്ടോ, അല്ലെ ചായ കുടിച്ചോ, അല്ലെ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നീടായിരിക്കും ഒരു പക്ഷേ ഭർത്താവുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു ചോദ്യമുണ്ട്, അദ്ദേഹത്തിന് എന്താ ജോലി? അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്കിലേക്ക് കയറിപ്പോകാനുള്ള പരിപാടിയായിരിക്കാം. കാര്യം ഭർത്താവിന് വല്ല ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട വല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ ലൈക്കൊന്നും കിട്ടില്ല, പെട്ടെന്ന് അയാൾ അവിടെ സ്കിപ്പാവും. ഒരുപക്ഷെ ഭർത്താവ് വല്ല സെക്യൂരിറ്റി പണിക്കാരനോ വല്ല മുനിസിപ്പാലിറ്റിയിൽ പണിക്കാരനോ അവശ്യ രോഗിയോ ഒക്കെ ആണെങ്കിൽ പിന്നെ ലൈക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ആ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, തുടർന്ന് കേൾക്കാൻ രസമുണ്ടെന്ന് കരുതും. മറുഭാഗം കാണാൻ രസം, സൗന്ദര്യം ഉള്ള സ്ത്രീകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആണുങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നവരാണെങ്കിൽ പിന്നെ അത് ലൈവ് ഇഷ്ടം പോലെ കയറും, സ്വാഭാവികം. അതാണിന്ന് അധികം ആൾക്കാരും പ്രതീക്ഷിക്കുന്നതൊന്ന്. അതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും മോശമാണെന്ന് പറയുന്നതും എന്നാൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതും ഒരു കൈ കൊണ്ട് തള്ളിക്കൊണ്ട് ഇരുൾ ഭാഗം നോക്കി അടുത്ത് പിടിച്ച് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒന്ന് ആണ് കാമശാസ്ത്രം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും വേണം, പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞാൽ ആക്ഷേപം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ പരസ്യമായിട്ട് പറയാൻ പാടില്ല, അത് ചീത്തയാണ്, മോശമാണ്, ആക്ഷേപമാണ്. എന്താ ആ ശാസ്ത്രത്തിന് മാത്രം ഇങ്ങനെ ആയിപ്പോയത്? എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഒട്ട് ഇഷ്ടമല്ല, തള്ളി പറയുക. ഇങ്ങനെ മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും ഇങ്ങനെയില്ല. ഏതെങ്കിലും ഒരു ചെറിയ നന്മ പറഞ്ഞാലും എല്ലാവരും അതിനകത്ത് സന്തോഷിക്കും, അത് ഉള്ളിൽ നിറഞ്ഞ സന്തോഷമായിരിക്കാം. പക്ഷേ ഈ കാമശാസ്ത്ര സംബന്ധമായിട്ടുള്ള അത് പഠനമുള്ളതല്ലേ, അത് ദൈവിക മഹാഗ്രന്ഥങ്ങളിൽ പോലും വിവർത്തനം ചെയ്തിട്ടുള്ളതുമില്ലേ? അതാണല്ലോ ഇന്ന് എല്ലാവരും അതിൻ്റെ ഒരു രീതിയിലാണല്ലോ പല പല മത്സരങ്ങളും, പല പല കൊലപാതകങ്ങളും, പൊന്നിനും പണത്തിനും ഒക്കെ ആവേശം, അധികാരത്തിന് ആവേശം, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നതിൻ്റെ ഒരു ഉള്ളടക്കം അതാണ്.
കാമശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കാലുകുത്തി നിന്നുകൊണ്ട് അല്ലെങ്കിൽ എത്തി നോക്കിക്കൊണ്ട് കടന്നു കയറാനുള്ള ഒരു മോഹത്തിൽ ആണ് ഈ അധികാര പരിധികൾ അധികം ആൾക്കാരും പിടിച്ച് കസ്റ്റഡിയിലാക്കാനും സ്വന്തമാക്കാനും ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു രഹസ്യം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ട വന്നത്. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി. എൻ്റെ അറിവ് ഞാൻ പറയുന്നു. ഇനി നിങ്ങളറിവിൻ്റെ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്കേ അറിയൂ. അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുഖമാണോ, ചോറുണ്ടോ, ചായ കുടിച്ചോ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അയാൾ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ പോലും അയാൾ ആലോചിക്കും, ഇനിയിപ്പോൾ ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞാലോ ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞാലോ ഈ യൂട്യൂബർ എനിക്കത് കൊണ്ടുതരാൻ കഴിയുമോ? ഇല്ല. എന്നാൽ അയാൾ ചിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും നല്ലൊരു ചിരിയോടുകൂടി വെരി ഹാപ്പി, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, ചായ കുടിച്ചു എന്നല്ലേ പറയാൻ പറ്റൂ. എന്നാൽ നമ്മളെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? അതിനേക്കാൾ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നല്ലതല്ലേ, ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടനകളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട് പഠിക്കേണ്ടതും നമ്മൾ പഠിക്കാതിരുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചില ലൈവിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഗുണപാഠം ഉണ്ടാവും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പഴയ ആൾക്കാർ പലരും നൂറുകണക്കിന് ജോലികൾ ചെയ്ത് കഷ്ടവും നഷ്ടവും പല പല പ്രശ്നങ്ങളിൽ ഇടപെട്ടുള്ള പരിശീലന അറിവുകളുണ്ട്. പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പം അവർ പഠിക്കുന്നത് എന്ത്? ആ പഠനത്തിൻ്റെ സ്ഥിതി അനുസരിച്ചുള്ള ഒരു ജോലി മാത്രം ചിലപ്പോൾ പൂർത്തിയാക്കി ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. അത് ഏത് വിഷയമായി തന്നെയും പഠിച്ചെടുക്കാൻ വളരെ കഷ്ടപ്പെടും കേട്ടോ. പഠിച്ചെടുക്കാൻ ഏത് തരത്തിലും കോപ്പി അടിച്ചായാലും എങ്ങനെയായാലും ഒരുപാട് കഷ്ടപ്പെടും. ഇനിയിപ്പോൾ അതിലൊന്നും ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? പിന്നെ സംതിങ് കൊടുത്തെങ്കിലും ഒരു ചുരുങ്ങിയത് പഞ്ചായത്ത് ഓഫീസിൽ കയറണമെങ്കിൽ കയറിക്കഴിഞ്ഞാലോ പിന്നാണ് അവരുടെ രാജഭരണം. ആ ചെറിയ ഓഫീസിൽ കിട്ടുന്ന ജോലിയുടെ ഒരു പിയൂണും കാണിക്കും പാവങ്ങളോട്. അതായത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ആർത്തി പിടിച്ച് ചെല്ലുന്ന അപേക്ഷകരോട് യാചകരോടും ഒക്കെ പാഠം പഠിപ്പിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാൽ അവർ വന്ന വഴിയും യാചനകളും കഷ്ടപ്പാടും ഒക്കെ അവർ മറക്കും. പിന്നെ അവരുടെ ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരു അപേക്ഷയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വയറ്റിനെ പഠിച്ചുകൊണ്ടാണ് ഭൂമിയിലേക്ക് ജനിച്ചത്. എന്നാൽ അതിനെക്കാട്ടി അറിവുള്ള ഒരാളായിരിക്കും അപേക്ഷകനായി ചെന്ന ഞാൻ. നമുക്കൊരു വിലയും കൽപ്പിക്കില്ല. കാരണം നമുക്കൊന്നും അറിയാത്ത പുഴു. നമുക്കറിയാമെങ്കിൽ അറിയാൻ വയ്യാത്തതാണൊക്കെ നിൽക്കാൻ പറ്റൂ. എന്നാൽ പിന്നെ നമ്മളതങ്ങോട്ട് തിരിച്ച് മേഡം അല്ലെങ്കിൽ സാർ എനിക്ക് അതറിയാം, അതിനിങ്ങനൊരു നിയമം ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചു പോയാൽ കുടുങ്ങി. പിന്നെ നമ്മൾ 3 പ്രാവശ്യം നടന്നാൽ പോരാ, 300 പ്രാവശ്യം നടന്നാലും നമ്മളെ ആ കാര്യം വിജയിച്ച് കിട്ടത്തില്ല. ഇതൊരു പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കേട്ടോ. മിക്കവാറും ചില സ്ഥലത്ത് ചില ഓഫീസേഴ്സുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കസേര കിട്ടിയിട്ട് വേണം 10 ദിവസം ലീവ് എടുക്കാനും 10 പേരെ തരം താഴ്ത്താനും എന്നാഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പഠന സമയത്ത് അതൊന്നുമില്ല കേട്ടോ. പഠന സമയത്ത് നമ്മളോടൊക്കെ നല്ല ബഹുമാനവും സ്നേഹവും ആദരവൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ജോലി കിട്ടിയാൽ പിന്നെ അത് മറന്നു പോകും ഓട്ടോമാറ്റിക്കലായിട്ട്. പിന്നെ അവരുടെ ലക്ഷ്യങ്ങളായി. പിന്നെ അവർക്ക് ഫയലോ കമ്പ്യൂട്ടറോ നോക്കാനോ സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാനുള്ള ഏതെങ്കിലുമൊക്കെ റെക്കോർഡുകൾ കണ്ടെത്തുവാനല്ല. പിന്നെ ഒരു ഓഫീസിൻ്റെ കസേരയൊക്കെ ഇരുന്നിട്ട് വേണം ഒരു 1-2 മൊബൈലും എടുത്ത് വെച്ചുകൊണ്ട് ചാറ്റും ചീറ്റും ഓരോ കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. എന്നാലും ടൈം പാസ് ചെയ്യണം. ടൈം പാസ് ചെയ്താൽ പിന്നെ സാലറി ഉറപ്പാണല്ലോ. ഇതൊക്കെയാണെന്ന് പൊതുവേ ഓരോ ഓഫീസിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. എന്നാൽ വളരെ മാന്യമായിട്ട് എല്ലാവരെയും കണ്ടറിഞ്ഞ് സഹകരിച്ച് അവരുടെ ജോലി അവർ ചെയ്തും അവരുടേതായിട്ടുള്ള എല്ലാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്ന കുറേ ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. ഈ പഞ്ചായത്ത് ഓഫീസിലായാലും എല്ലാ ഓഫീസിലായാലും മിനിസ്റ്റേഴ്സും ഉണ്ട്. പക്ഷെ അവരെ മറ്റുള്ളവർ അംഗീകരിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം വിലയും അംഗീകാരവും നൽകുന്നത് വേസ്റ്റുകൾക്കാണ്.
നല്ല നിലയിൽ നിൽക്കുന്നവരുടെ അവർ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മാധ്യമക്കാരോ മറ്റോ ഒന്നും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ അപൂർവത്തിൽ അപൂർവം മാത്രമാണ്. ഏതെങ്കിലും ഒരു ന്യൂനത പറ്റിയോ അവരെ കുത്തിപ്പൊക്കിയിട്ട് പന്ത് കളിക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടാകും, ജനങ്ങളുണ്ടാകും. അവിടെയാണ് വൈറലാകുക. നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ രംഗത്ത് കൊണ്ടുവരുന്നില്ല. പിന്നെ അവർ ഒരു വിശ്വാസത്തിൽ സമാധാനിക്കും, ഞാൻ ചെയ്യുന്നത് മനുഷ്യർ കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആത്മീയ വിശ്വാസം. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നവരെ പോലും തരം താഴ്ത്തുന്ന രീതിയിൽ ചിലരെന്താ ചെയ്യുക? അവൻ അന്ധവിശ്വാസിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലെങ്കിൽ ദൈവമില്ല, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്നൊന്ന് കാട്ടിത്തരാൻ പറ്റുമോ, നിൻ്റെ ദൈവം ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന വിദൂഷികളും ഉണ്ട്. എന്നാൽ ഇവരൊന്നും മനസ്സിലാക്കണം, ദൈവം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും, എന്നാൽ ആദർശ സംബന്ധമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ചിന്താബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു സത്യം കൂടിയാണ്. എന്നാൽ അതിനൊന്നും നമുക്ക് ശരിയായ തെളിവില്ല. എന്നാലിപ്പോൾ തെളിവ് ചോദിച്ചാലേ, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കും ദൈവമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ ഇല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുടുങ്ങും ചിലപ്പം. അപ്പം നിൻ്റെ അച്ഛനെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനാണത്, ഇന്നാൾ എൻ്റെ അച്ഛനാണ്. അത് നിനക്കെങ്ങനെ അറിയാം? എങ്ങനെ വിശ്വാസം? അതെൻ്റെ അമ്മ പറഞ്ഞ്, അത്രയല്ലേ, അങ്ങനെയല്ലേ വരുന്നുള്ള സംഭവം. അമ്മ പറഞ്ഞതിനെ കൊണ്ട് അതാണ് എൻ്റെ അച്ഛൻ. എന്നാൽ അമ്മയ്ക്ക് വേണമെങ്കിൽ പിന്നൊരു കാലം മാറ്റി പറയാം. ഈ അമ്മയുടെ ഭർത്താവായിട്ട് തെറ്റുന്ന ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതല്ല മോനെ നിൻ്റെ അച്ഛൻ, ഇദ്ദേഹം വേറൊരാളാണ് നിൻ്റെ അച്ഛൻ, അയാൾ സമ്പന്നനാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ ഇത് അമ്മ തീരുമാനിക്കുന്നു. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ സംഭവിക്കണമെന്നും സംഭവിച്ചു കൂടായെന്നുമില്ല, സംഭവിക്കാതിരുന്നിട്ടുമില്ല, അങ്ങനെയും സംഭവിക്കാം. അതേപോലെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നതാണ് ഏത് മതത്തിൽ അവർ ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു എന്ന് വെച്ച് നോക്കുമ്പം ഇപ്പം അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ അതിനെക്കുറിച്ച് പാഠം പഠിപ്പിച്ചു കൊടുക്കും. അവരങ്ങനെ ഒരു ഭയഭക്തി വേണം, ഭയഭക്തിയിൽ ബഹുമാന ചിട്ടയായിട്ട് ജീവിക്കാനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതേപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ ഈസാ നബിയുടെയും ക്രിസ്തുവിൻ്റെയൊക്കെ ചരിത്രങ്ങളുണ്ട്, അതും വേണം. ഹിന്ദു ആണെങ്കിലോ കൃഷ്ണൻ്റെയും മറ്റ് രാമലീലകളുടെയൊക്കെ ചരിത്രങ്ങളുണ്ട്, അതും വേണം. ഇത് ഏതെങ്കിലും ഒന്നുമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ആയിപ്പോവും. കുട്ടികളായാലും ചെറിയ തലമുറകൾ തൊട്ട് മേലോട്ട് പിന്നെ വളർന്നു വരുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കടിഞ്ഞാണില്ലാത്ത കുതിരയ്ക്ക് എങ്ങോട്ടൊന്നും ഇല്ലാതെ പായും. ആ പായക്കം ചിലപ്പോൾ ഏതെങ്കിലും കുണ്ടിൽ ചെന്ന് വീഴുകയും ചെയ്യും. വീണതിന് ശേഷം പിന്നെ വീണു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ ദൈവം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ ജീവിതത്തിൽ ഒരു ഭയം വേണം. അതായത് ചെറുതിലെ ജനിക്കുന്ന കുട്ടികൾ മാതാപിതാക്കളെ ഭയക്കണം. ആ കുട്ടികൾ പിന്നെ വളർന്ന് വലുതായി കുടുംബവും മക്കളുമൊക്കെ വലുതായി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇത് നാഥനായിട്ട് മാറുകയാണല്ലോ. ഈ കുട്ടി 10-60 വയസ്സൊക്കെ ആകുമ്പോൾ നാഥനായിട്ട് മാറുകയാണല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കും ഇനി നമുക്ക് മേളിൽ ചിന്തിക്കാൻ ആരുമില്ല, പേടിക്കാൻ ആരുമില്ല, അപ്പനും അമ്മുമ്മായും ബാപ്പായൊക്കെ മരിച്ചുപോയി. അതല്ല, അവിടെ നമ്മൾ അപ്പോഴാണ് ഈ ചിലർ പറഞ്ഞിട്ടില്ലേ, വയസ്സാകുമ്പോൾ ചിലർ ദൈവത്തിൽ ആരാധന കൂടുന്നു, ചെറുപ്പത്തിൽ അഹങ്കരിച്ച് നടക്കുന്നു. ആ ചെറുപ്പത്തിൽ അഹങ്കരിച്ച് നടക്കുന്ന അന്നേരം നമ്മളെ ചിലർ ദൈവത്തിനല്ല പേടിക്കുന്ന അവരുടെ മുതിർന്ന അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂമ്മമാരെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞ കണക്ക് ഇവരെല്ലാം പോയി, ഇപ്പം നമ്മളാണ് ഒരു ഗ്രഹത്തിൽ മൂത്തത് വലിയ ആൾ എങ്കിൽ നമ്മൾ പിന്നെന്താ ഭയക്കേണ്ടത്? നമ്മൾ പിന്നെ ഭയക്കേണ്ടത് നമുക്ക് മേളിലൊരു ദൈവമുണ്ട്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം അത് കാണുന്നുണ്ട്, അവൻ നമ്മളെ എന്നെങ്കിലും ഒരു തരത്തിൽ ശിക്ഷിക്കും. അപ്പോൾ ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തെറ്റുകളും പരമാവധി ചെയ്യാൻ പാടില്ല.
നമ്മൾ മുമ്പ് ചില തെറ്റുകളൊക്കെ അറിവില്ലാത്ത കാലത്ത് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകാം. അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അതിനോടൊപ്പം തൻ്റെ മകൻ തൻ്റെ മക്കൾ തന്നോളം ആയാൽ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മുമ്പ് കുട്ടികൾ നമ്മളെ ബഹുമാനിച്ചില്ലേ, അച്ഛ ബാപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതേപോലെ തലതിരിച്ച് നമ്മൾ മുതിർന്നു പോയി എങ്കിൽ തന്നെയും നമ്മളെ അവസാന കാലം വരുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ ആ മക്കളെ ബഹുമാനിക്കേണ്ട സാഹചര്യം വരും. തെറ്റല്ല, അത് വേണം. കാര്യം നമുക്ക് പ്രായമേ മൂത്തിട്ടുള്ളത്, ഒരുപക്ഷെ അറിവിൽ കൂടുതൽ മികച്ചവർ അവരാകാം. അതായത് നമ്മളാണല്ലോ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെക്കാട്ടി മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ചല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളുടെ മക്കൾ നമ്മളെക്കാൾ വലുതാകുന്നതിനകത്ത് നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കുക. ബഹുമാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ബഹുമാനിക്കുന്ന കണക്കൊന്നും ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു പരിധിയിൽ അവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുക, അറിയുക. ആ ഒരു ബഹുമാന സൂചകം. ഭയപ്പെടുക എന്ന് വെച്ചാൽ അവരുടെയൊക്കെ 1 വയസ്സോ 2 വയസ്സോ ഒക്കെ ഉള്ളപ്പം ഒരു പക്ഷേ നമ്മളെന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവരൊക്കെ നമ്മളെപ്പോലെ ആകുമ്പം നമുക്ക് കാട്ടാൻ പറ്റുമോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കതൊരു പാഠമാകില്ലേ? അതോടൊപ്പം അവരുടെ ജീവിതം നശിച്ചു പോവില്ലേ? ആക്രമികളായി പോവില്ലേ? ഇതൊക്കെ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വശങ്ങളും കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ ഏത് രീതിയിലും ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുണ്ട്. പിന്നെ ഈ ലൈവിൽ കൂടി കാണുന്ന ഒരു പക്ഷേ 100-ലധികം പ്രേക്ഷകരുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒരു പക്ഷേ ഉണ്ടാകാം. ഇവരെയൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്തവരായിരിക്കും. എന്നാൽ നമ്മൾ സ്നേഹപൂർവ്വം ചേട്ടാ, സാറ് അല്ലെങ്കിൽ മേഡം എന്നൊക്കെ പറഞ്ഞ് ബഹുമാന സൂചകമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുമായിട്ടൊരു ബന്ധം, ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഈ ലൈവ് ചെയ്യുന്ന ആൾക്ക് ബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ ജനിക്കുമ്പം നമ്മളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മാത്രമല്ലേ അവിടെ വരുന്നുള്ളൂ. എന്നാൽ ഒരു പക്ഷേ ബന്ധങ്ങൾ ബന്ധനമായി മാറുന്നൊരു സമയം വരും, ശത്രുക്കൾ മിത്രുക്കളായി വരുന്നൊരു സമയം വരും. അത് ഏത് രീതിയിലും ചിന്തിക്കാം. ഇന്ന് ആ ഒടുവിൽ ശത്രുക്കൾ തന്നെയാണ് മിത്രുക്കളായി വരുന്നത്, അല്ലെങ്കിൽ അകന്ന ബന്ധുക്കളാണ് ബന്ധുക്കളായിട്ട് പിന്നീട് വരുന്നത്. നമുക്ക് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ജീവിക്കുമ്പം നമ്മളെ ഭാര്യ, മക്കൾ, ഈ ഭാര്യ എന്ന് പറയുന്ന പോലെ നമുക്ക് മുമ്പ് വല്ല ബന്ധവും ഉണ്ടായിരുന്നു? നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ബന്ധമുണ്ടോ, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നീട് അവരുമായിട്ടുള്ള ബന്ധങ്ങളും സഹകരണങ്ങളും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം ഒരു കാമുകി ബന്ധമായിരിക്കും ഒരു പക്ഷേ, പിന്നീട് ഭാര്യ, പിന്നീട് സഹോദരി, അമ്മ, അങ്ങനെ സുഹൃത്ത് ബന്ധം. ഈ എല്ലാ ബന്ധങ്ങളും പുലർത്തുന്നത് ഭാര്യയുടെ മേൽക്കാകുമ്പോഴത്തേക്ക് എന്താ അവിടെ സംഭവിക്കുന്നറിയാമോ? മെല്ലെ മെല്ലെ ഇവൻ്റെ സഹോദരങ്ങളെയും, അതായത് സഹോദരങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ സ്നേഹം ഭാര്യയിൽ നിന്ന് കിട്ടുമ്പോൾ സഹോദരങ്ങളെ മെല്ലെ അങ്ങോട്ട് വെറുക്കാൻ തുടങ്ങും. അതേ കണക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ സ്നേഹവും സംരക്ഷണവും ഭാര്യയിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് മെല്ലെ അമ്മയും മെല്ലെ മെല്ലെ വെറുക്കാൻ തുടങ്ങും. അതേ കണക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ചില നല്ല അറിവുകളോ കാര്യങ്ങളിൽ നിന്ന് അതിനെക്കാട്ടി മികച്ചത് ഭാര്യയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛനെയും വെറുക്കാൻ തുടങ്ങും. എന്നാൽ ഇതൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ ഒരഭിമാനത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ തരം താഴ്ത്തണ്ടല്ലോ എന്ന് കരുതി മാതാപിതാക്കളെ സ്വീകരിക്കുന്ന മക്കളും ഉണ്ട്. എന്നാൽ അറിവിൻ്റെ ഉറവിടമായുള്ള ചില ഭാര്യമാരുണ്ട്. ഈ മകൻ എവിടുന്ന് വന്നു, ആരുടെ മകനാണ്, ആരാണ് അവനെ പഠിപ്പിച്ച് ഇത്തരത്തിലായത്, എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് തന്നവനാരാണ്? അപ്പോൾ ആ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം എന്ന് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന സ്ത്രീകളും അനവധിയുണ്ട്. നല്ല നല്ല ഭാര്യമാരുമുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ എനിക്ക് കിട്ടേണ്ടത് അങ്ങോട്ട് പോകുമല്ലോ എന്ന് കരുതി അത് വേണ്ട, അതങ്ങനെ വേണ്ട, ഇങ്ങനെ മതി, നമ്മളാണ് വലുത്, ഇവിടെ വേറെ മാതാപിതാക്കൾ ആരും ഇല്ല,
നിങ്ങളെൻ്റെ ഭർത്താവാണ്, ഞാൻ നിങ്ങളെ ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മക്കളാണ്, ഇതിനപ്പുറത്തോട്ടൊരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് തീച്ചങ്ങല കെട്ടി ജീവിക്കുന്ന കുടുംബങ്ങളും ഇന്നുണ്ട്. ഇതിലെവിടെയാണ് സുഖം, സന്തോഷം? നമ്മൾ ഈ ദുനിയാവിൽ വന്ന കുറച്ച് നാളത്തെ ജീവിതത്തിലല്ലേ. അത് അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. എന്നാൽ ആ ദൈവം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതും ചീത്തയും ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഇതാണ് ദുനിയാവ്. ആ ദുനിയാവിൽ നന്മ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നന്മ ഉണ്ടാകുമെന്ന് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. തിന്മ ചെയ്യുന്ന ദോഷപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ ശിക്ഷ ചിലർക്ക് ഈ ദുനിയാവിൽ തന്നെ അനുഭവിക്കുകയും പിന്നീട് ചിലപ്പം എന്തോ അറിയില്ല, മരിച്ചതിന് ശേഷം ഉള്ള കാര്യം അറിയില്ല. അതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നാലൊട്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല, എന്നാൽ ഭയക്കുകയും വേണം. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കരുതലും കരുണയും വേണം എല്ലാവർക്കും. നമ്മൾ വന്ന വഴി മറക്കരുത്. ചെളിക്കുഴിയിൽ നിന്നുമാണ് ചെന്താമര വിടരുന്നത്. എന്നാൽ എല്ലാവർക്കും നീല പുഴയുടെ മേളിൽ നിൽക്കുന്ന, തടാകത്തിൽ നിൽക്കുന്ന ആ പുഷ്പത്തെ ആചരിക്കും, മണപ്പിക്കും, ഇഷ്ടപ്പെടും, ബഹുമാനിക്കും. പക്ഷേ ചെളിക്കുണ്ട് കണ്ടാൽ മൂക്കുപൊത്തി ഓടും. കാര്യം എന്താണ്? ആ ചെളിക്കുണ്ടിൽ നിന്നുമാണ് ഈ ചെന്താമര കിളിച്ചു ഉയർന്നു വന്ന സുന്ദരമായിട്ട് നിൽക്കുന്ന ഈ പുഷ്പം ഒന്ന് ചിന്തിക്കാനുള്ള ബോധം ഇന്നത്തെ മനുഷ്യർക്കില്ല. അപ്പം പിന്നെ എന്തിനാണ്? അപ്പം അതാണ് ഈ മാതാപിതാക്കളെയും മക്കളെയും തങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു സൂചകം. സൃഷ്ടിച്ചവർക്കോ വളർത്തിയവർക്കോ പഠിപ്പിച്ചവർക്കോ ഒരു വിലയില്ലാതെ ആ ചെളിക്കുണ്ടിൽ തന്നെ വീണ്ടും ചവിട്ടി താഴ്ത്തുക. എന്നാൽ ആ ചെളിക്കുണ്ടിൽ നിന്നും കിളിച്ച് നീലസമുദ്രത്തിൻ്റെ മുകളിൽ ഉയർന്ന് സുന്ദരമായിട്ടും ആരോഗ്യപരമായിട്ട് നിൽക്കുന്ന ആ പുഷ്പത്തെ എനിക്ക് വേണം, അത് എൻ്റെ സ്വന്തമാണ് എന്നുള്ള ദുർവ്യാഖ്യാന അവകാശം. ഈ അവകാശ സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് ഇന്ന് ലോകത്ത് കൂടുതൽ ഈ അണുകുടുംബങ്ങളുണ്ടാകുകയും ശത്രുതകളുണ്ടാകുകയും നല്ല സന്തുഷ്ട കുടുംബത്തിൽ നിന്നും അകന്ന് താമസിച്ച് എന്തൊക്കെയോ സംഭവിക്കാനും, എന്തൊക്കെയോ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നില്ല, ഗ്യാസ് പൊട്ടിത്തെറിച്ചു, ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരുപാട് അനായാസ സംഭവങ്ങളൊക്കെ. അത് സ്വന്തം കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്നതിൻ്റേതായിട്ടുള്ള ചില അനുഭവങ്ങളിൽ പെട്ടുപോകുന്നതാണ്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ ആയാലും അങ്ങനെ സംഭവിച്ചു കൂടാനില്ല. ഇന്ന് സ്വന്തക്കളിലും ശത്രുക്കളുണ്ട് അധികവും. എന്നാൽ ശത്രുക്കളിൽ ഒരുപാട് മിത്രങ്ങളുമുണ്ട് അധികവും. ഇതെല്ലാം നാം മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രഭാതമായിട്ടുള്ള കാര്യങ്ങൾ അസ്തമയം വരേക്കും നല്ല നിലയിലെത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മളെ അവകാശമാണ്. നമുക്ക് കുറച്ചു കാലത്തെ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമുക്ക് ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകണം. നമ്മളിൽ പലരും സമ്പാദിക്കുന്നത് കണ്ടമാനം പണങ്ങളോ പൊന്നോ ഭൂമിയോ ഒക്കെയാണ്. എന്നാൽ നാം ഒന്ന് ആലോചിച്ച് നോക്കേ, ഇതൊന്നും നമുക്ക് ഉപകരിക്കില്ല. എന്നാൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക, വലിയ വലിയ മന്ത്രിമാരായാലും വലിയ സമ്പന്നരായാലും അവരൊക്കെ സമ്പാദിക്കുന്നതൊന്നും അവസാനം അവർ മരിച്ചതിന് ശേഷം ചില ആൾക്കാർ പറയുന്ന കേട്ട അയാൾ ദ്രോഹിയായിരുന്നു, ദുഷ്ടനായിരുന്നു, ആർക്കും ഒരു ഉപകാരം ചെയ്തിട്ടില്ലാത്ത ആളായിരുന്നു എന്ന്. അപ്പോൾ ഈ സമ്പാദ്യത്തിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത്? ഉപദ്രവം. അതേസമയം നിങ്ങൾ കേട്ടിട്ടില്ലേ ചില പ്രവാചകന്മാരെ കുറിച്ച്, അമ്പിയാബിലിയാക്കൾ പ്രവാചകന്മാർ, അതാണ് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെ ഉണ്ട്. അപ്പം അവരെക്കുറിച്ച് ഇന്നും മനുഷ്യനെ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ ജീവിതകാലത്ത് ചെയ്ത നന്മ പ്രവർത്തനങ്ങൾ അതൊരു വലിയ സമ്പാദ്യമായി മാറി. അപ്പോൾ അവർ മരിച്ചാൽ തന്നെയും അവരുടെ കാലം കഴിഞ്ഞാലും കാലാന്തരകാലം ലോകം അവസാനിക്കും കാലം വരയ്ക്കും അവരുടെ പേരും നന്മയും നിലനിന്ന് പോകും. അതിനേക്കാൾ വലിയൊരു സമ്പാദ്യം ഈ ഭൂമിയിൽ ഏത് മന്ത്രിമാർക്കോ ഏത് വലിയ രാജാക്കന്മാർക്കോ സമ്പാദിക്കാൻ കഴിയും? അതല്ലേ വലിയ സമ്പാദ്യം.
ഒരു മനുഷ്യൻ ഇന്ന് മരിക്കുന്നു, നാളെ മറക്കുന്നു, പിന്നെന്താണ് അവന് സമ്പാദ്യമുള്ളത്? എന്നാൽ ആ സമ്പാദ്യം പിടിച്ചു പറ്റാൻ ഏറ്റവും പ്രസക്തരായ ആരാണ്? ദൈവിക പ്രവാചകരും അവരെ അനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്ന ചില നല്ല മനുഷ്യർ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് ഇതേ നന്മ തിന്മകൾ നമ്മുടെ വരും തലമുറയും പഠിപ്പിച്ചൊരു പാഠം മാതൃകയാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മളെ മക്കൾ നന്നായി പോകുന്നതിൻ്റെ അഭിമാനം നമുക്കാണ്. അവർ ചീത്തയായിട്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മോശത്തരം അങ്ങാടിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന ആളിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ നമുക്ക് ആക്ഷേപമല്ലേ? അതല്ലെങ്കിൽ പിതാവ് ഒരു ചീത്തയായിട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ തന്ത ഇന്ന ആളാണ് എന്ന് പറയുന്നത് മോശമല്ലേ? അപ്പം ഇത് രണ്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയൊക്കെ ഓരോരോ അറിവിൻ്റെ ഉറവിടങ്ങൾ നമ്മൾ മനസ്സിലാക്കി ലൈവ് ചെയ്യുന്ന എല്ലാവരും ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഗുണപാഠം. നമ്മൾ ലൈക്ക് കണ്ടമാനം വാരി കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു ഉപകാരം ജനങ്ങൾക്കുണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ ദൈവത്തെ ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാതാപിതാക്കളുടെ നിയന്ത്രണ പ്രകാരമോ അല്ലെങ്കിൽ പാരമ്പര്യ പ്രകാരമായിട്ട് മതം ഏതോ ആയിക്കോട്ടെ, മനുഷ്യ സ്നേഹം നിലനിർത്തിയുള്ള ദൈവസ്നേഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ദുനിയാവിലുള്ള വിശ്രമകാലം വളരെ മനോഹരമായി നന്നായിട്ട് തന്നെ പോകണം എന്ന് ആത്മീയമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തൽക്കാലം എൻ്റെ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും.